എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ അടുത്തത് കൺസ്ട്രക്ഷൻസ്, നിർമ്മിതികളാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ കൺസ്ട്രക്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് 9, 10 ആവശ്യമുള്ള ആശയങ്ങളാണ് ഈ നിർമ്മിതിയിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇൻസ്ട്രുമെന്റ് ബോക്സും എല്ലാം റെഡി ആക്കുക. കൂടെ മാഷ് വരയ്ക്കുമ്പോൾ കൂടെ നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ. അതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു തിയറം കൂടി പറയാണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, എനി ടു സൈഡ്സ് ആർ ഈക്വൽ. ഏതെങ്കിലും ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിന് നമുക്ക് എന്ത് പറയാം? ഐസോസിലസ് ട്രയാങ്കിൾ, അതായത് സമപാർശ്വ ത്രികോണം. അങ്ങനെയുള്ള ത്രികോണത്തിന് വേറെ പ്രത്യേകത കൂടി നമ്മൾ പഠിച്ചു. എന്താണ് അതിന്റെ? ആ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ABC എന്ന് പറയുന്ന ഒരു ഐസോസിലസ് ട്രയാങ്കിളില് സിയിൽ നിന്ന് ഒരു വര ഇങ്ങനെ വരച്ചിട്ടുണ്ട്. വെറുതെ ഒരു വരയല്ല, പെർപെൻഡിക്കുലർ ആണ്, ലംബമായിട്ടാണ് വരച്ചിരിക്കുന്നത്. കാണാണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. ഇൻ എനി ഐസോസിലസ് ട്രയാങ്കിൾ the perpendicular from the point joining equal sides. ക്ലിയർ ആയോ? പെർപെൻഡിക്കുലർ എവിടുന്ന് വരയ്ക്കണം? ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സിൽ നിന്നും എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ എവിടേക്ക്? ടു ദി ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എതിർവശം, താഴെ കാണുന്ന വശത്തേക്ക് വരയ്ക്കുകയാണെങ്കിൽ ബൈസെക്ട്സ് ദി ആംഗിൾ. വരച്ചാൽ ആംഗിളിനെ ബൈസെക്ട് ചെയ്യും at this point and the sides opposite. അതായത് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞില്ലേ. ഈ ട്രയാങ്കിളിന്റെ ഐസോസിലസ് ട്രയാങ്കിൾ ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിന്റെ എവിടേക്ക് വരയ്ക്കണോ? ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെറുതെ അല്ല, ഒരു പെർപെൻഡിക്കുലർ, ഒരു ലംബം വരച്ചാൽ അത് ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യും. എന്താ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ? യെസ്, ഡിവൈഡ് ചെയ്യുക, ഈക്വൽ ആയിട്ട് തുല്യമായിട്ട് ഭാഗിക്കുക കേട്ടോ. അപ്പൊ ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യും, കൂടാതെ ഈ ഓപ്പോസിറ്റ് സൈഡിനെയും ബൈസെക്ട് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് AB ആണ്, അതിനെ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യും ഈക്വൽ ആയിട്ട്. ദാറ്റ് ഈസ് AP is equal to PB. അതായത് നമുക്ക് എന്ത് കിട്ടുന്നറിയോ? ഇവിടെ CP എന്നുള്ളത് പെർപെൻഡിക്കുലർ ആണ് ആർക്ക്? ABക്ക്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACP ഈക്വൽ ടു ആംഗിൾ BCP. ആംഗിൾസ് തുല്യമായിരിക്കും. ഈ രണ്ട് ആംഗിൾസ്, കോണുകൾ തുല്യമായിരിക്കും. കൂടാതെ AP is equal to എന്തായിരിക്കും? BP. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഒന്നുകൂടി മാഷ് മലയാളത്തിലൂടെ പറഞ്ഞുതരാം. ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബം ഈ മൂലയിലുള്ള കോണിനെയും എതിർവശത്തെയും സമഭാഗം ചെയ്യുന്നു. അതായത് ആ മൂലയിലുള്ള ഈ കോണിനെയും ഈ എതിർവശത്തെയും സമഭാഗം ചെയ്യും. സമഭാഗം എന്ന് പറഞ്ഞാൽ തുല്യമായി വീതിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ഒരു പ്രോബ്ലം ചെയ്യാൻ ഈ കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ 10ൽ ക്ലാസ് എടുക്കുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കുക, മറക്കാതെ കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് ലൈൻ CP is a bisector of AB. ഈ CP എന്ന് പറയുന്ന ലൈൻ ABയുടെ ബൈസെക്ടർ ആണെന്ന് പറയും. ആൻഡ് ആംഗിൾ C, ഈ കോണിന്റെ. അപ്പൊ ഈ CP എന്ന് പറഞ്ഞ വരയുടെ പ്രത്യേകത എന്താണ്? ABയുടെയും ബൈസെക്ടർ ആണ്, ആംഗിൾ Cയുടെയും ബൈസെക്ടർ ആണ്. ആൾസോ CP is a perpendicular bisector. അതുകൊണ്ട് CP നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് കൂടി പറയുന്ന. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാൻ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ തുല്യമായി ബാധിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ 90 ആയിട്ടാണ് നമ്മൾ ഇവിടെ ബൈസെക്ടർ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് കൂടി പറയും. ഈ ആശയം, ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ലെങ്ത് AB എന്ന് പറയുന്ന ഒരു ലൈനെ എങ്ങനെ ഈക്വൽ ആയിട്ട് ബാധിക്കാം, എങ്ങനെ ഈക്വൽ ആയിട്ട് ബാധിച്ചാൽ എങ്ങനെ തുല്യമായിട്ട് ബാധിക്കുന്നത്? യെസ്, നമ്മളൊരു ഐസോസിലസ് ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് താഴോട്ടേക്ക് എന്താ വരയ്ക്കണേ? പെർപെൻഡിക്കുലർ വരയ്ക്കുക അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു വെറുതെ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക കേട്ടോ. ഞാൻ അതിന്റെ ലെങ്ത് ഒന്നും നോക്കില്ല, വെറുതെ ഒരു ലൈൻ വരച്ചു. ഇതിന് AB എന്ന് പേര് കൊടുത്തു. ഈ ABയുടെ മിഡ് പോയിന്റ്, മധ്യബിന്ദു കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടി നേരത്തെ നമ്മൾ എന്താ വെച്ചിട്ട് ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചു അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? Aയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. ഇവിടെ നിന്ന് ഞാൻ വീണ്ടും ആ ആർക്കും കൊണ്ടും വരച്ചു. അപ്പൊ ഈ രണ്ട് സൈഡും എന്തായി? ഈക്വൽ ആയി. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇവിടേക്ക് ജോയിൻ ചെയ്തു. ഈ ലെങ്ത്തും
ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഈ ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. ഞാൻ സി എന്ന് പേരെടുത്തു. എ ബി സി ഇത് രണ്ടും എന്താണ്? തുല്യമാണ്. ഒരു കുട്ടിക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ മുകളിലേക്ക് എടുക്കണം തോന്നി. ആയിക്കോട്ടെ, കുറച്ചും കൂടി മുകളിലേക്ക് കയറ്റിയിട്ട് ആ കുട്ടി വീണ്ടും വേറെ രണ്ട് ആർക്ക് വരച്ചു. അതും ആ കുട്ടി എന്ത് ചെയ്തു? ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോ വീണ്ടും എന്ത് കിട്ടി? വേറെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഓക്കെ, ഒരു കുട്ടിക്ക് ഇത്ര പോരാ, കുറച്ചും കൂടി വലിപ്പം കാണുമെന്ന് വിചാരിച്ചു. ഒന്നും കൂടി മുകളിലേക്ക് എടുത്തു. ഓക്കെ, ഒരു കുട്ടി കുറച്ച് ചെറുതെടുത്തു. കുറച്ച് ചെറുതെടുത്തു. ഒരു ചെറുതെടുത്തു. അങ്ങനെ നമ്മൾ 2 or 3 ഐസോസിലസ് ട്രയാങ്കിൾസ് ഞാൻ വരച്ചു. അതൊക്കെ ജോയിൻ ചെയ്തു. അത് എ ബി സി, ഇത് ഡി, ഇത് ഇ. ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാണ്ട് ചെറുത് ഒന്ന് ഇവിടെയും ജോയിൻ ചെയ്തു. ഈ പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ചപ്പോ ഇ, സി, ഡി, ഇ എല്ലാം സോറി ഇ എന്നുള്ള മാറ്റി മാഷ എഫ് ആക്കി. എഫും സിയും ഡിയും ഇയും ഒന്ന് വെച്ചോക്കെ, സ്കെയിൽ ഇങ്ങനെ വെച്ചോക്കെ. എഫിന്റെയും സിയുടെയും ഡിയുടെയും ഇയുടെയും മുകളിൽ സ്കെയിൽ വെച്ചൊന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ. ഒരേ ലൈനിലാണ് കിടക്കുന്നത് അല്ലെ? കാരണം ഈ സൈഡ്സ് ഒക്കെ എന്താണ്? ഈക്വൽ ആണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഐസോസിലസ് ട്രയാങ്കിൾസ് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലെങ്ത് എടുത്തിട്ട് വരയ്ക്കാം. പക്ഷെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ രണ്ട് ആർക്ക് കിട്ടണമെങ്കിൽ ഈ പകുതിനേക്കാൾ കുറവ് ലെങ്ത് എടുത്ത് നിങ്ങൾ ആർക്ക് വരച്ചാൽ കൂട്ടി മുട്ടോന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. നിങ്ങള് ഒരു കുട്ടി വളരെ ചെറുതെടുത്തു. ചെറുത് എത്ര എടുത്തുള്ളൂ? നിങ്ങൾ ഒരു ആർക്ക് വരച്ചു, ഇവിടുന്ന് എടുത്തു, ഇവിടെ ഒരു ആർക്ക് വരച്ചു. അത് രണ്ടും കൂട്ടി മുട്ടിയോ? ഇല്ല. നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ഒരു ആർക്ക് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ഈ പകുതിനേക്കാൾ കുറച്ച് കൂടുതൽ എടുക്കുക. എത്ര വേണമെങ്കിലും എടുത്തോളൂ. ഓക്കെ, പകുതിയിൽ കുറവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആർക്ക് കൂട്ടി മുട്ടില്ല, ട്രയാങ്കിൾ വരയ്ക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മോർ ദാൻ ഹാഫ്, പകുതിയിൽ അധികം എടുത്തിട്ട് വേണം ആർക്കുകൾ വരയ്ക്കാൻ. ഇപ്പോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ തത്വപ്രകാരം ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ദീസ് ടു ലൈൻസ് ആർ ആൾസോ ഈക്വൽ. സോ എ പി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ബി പി. അപ്പൊ എ പിയുടെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ എ പി എത്രയായിരിക്കും? 5 cm. പി ബി എത്രയായിരിക്കും? 5 cm. അപ്പൊ ഒരു ലെങ്ത്തിന്റെ ഇഷ്ടമുള്ള ലെങ്ത്തിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? അതിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ ഇങ്ങനെ ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? മോർ ദാൻ ഹാഫ് എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഓരോ ആർക്ക് വരച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അപ്പൊ ഒരു പോയിന്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു പോയിന്റ് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? താഴെയും കൂടി മാർക്ക് ചെയ്യുക. അതെങ്ങനെയാന്ന് മാഷ് കാണിച്ചു തരാം. അപ്പൊ അതായിക്കോട്ടെ, വേറെ ലൈൻ മാഷ് എടുത്തു. പി ക്യു. ഈ പി ക്യു ലെങ്ത് എത്ര ആയിക്കോട്ടെ, ഇതിന്റെ മിഡ് പോയിന്റ് കാണണം. അപ്പൊ ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം വേണ്ടേ? അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ എന്താ പറഞ്ഞു? മോർ ദാൻ ഹാഫ്. ചെറിയത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കൂ, ഈ ആർക്ക് ഇന്റർസെക്ട് ചെയ്യണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? പകുതിയിലധികം മോർ ദാൻ ഹാഫ് എടുക്കുക. ഓക്കെ, എന്നിട്ട് മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഇനി ഈ പോയിന്റ് താഴോട്ട് നിങ്ങൾ എവിടെയാ വരയ്ക്കുക? ഇതിൽ എവിടെ വേണമെങ്കിലും വരയ്ക്കാലോ. അപ്പൊ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ ചെരിഞ്ഞൊക്കെ പോകൂല്ലേ? അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു ലൈൻ വരയ്ക്കാം അല്ലെ? രണ്ട് ഡോട്ട് ഉണ്ടെങ്കിൽ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. അപ്പൊ രണ്ട് പോയിന്റ് കിട്ടണമെങ്കിൽ ഒരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? ഈ മുകളിൽ വരച്ച അതേ ലെങ്ത്തിൽ ആർക്ക് താഴെ വരയ്ക്കാം, പിയിൽ തന്നെ. അതേപോലെ ക്യൂവിൽ കുത്തിയിട്ട് ഇപ്പുറത്തും വരയ്ക്കാം. അപ്പൊ മുകളിൽ ഒരു പോയിന്റ് കിട്ടി, താഴെ ഒരു പോയിന്റ് കിട്ടി. ഇതാ മതി. സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി ഇങ്ങനെ യോജിക്കും. കണ്ട? അപ്പൊ പി ക്യു എന്ന് പറയുന്ന വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നിങ്ങൾ വരച്ചത്. ഇത് ആർ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ പി ആർ സമം എന്തായിരിക്കും? ക്യു ആർ. അപ്പൊ നിങ്ങൾ ഐസോസിലസ് ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഐസോസിലസ് ട്രയാങ്കിൾ സമവാർഷ ത്രികോണമാണ് കിട്ടുക. ഇത് ജോയിൻ ചെയ്താൽ സമവാർഷ ത്രികോണമാണ് കിട്ടുക അല്ലെ? പക്ഷെ സമവാർഷ ത്രികോണം വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനാണ്. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നമുക്ക് ഈ ആർക്കുകൾ മാത്രമേ ആവശ്യമുള്ളൂ, മുഴുവൻ വൃത്തം വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ മനസ്സിലായോ? ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ 5 ഈക്വൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 10 പകരം 7 സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം 7.5 3.5 ആയിട്ട് വരും. 3.5 നേരെ മറിച്ച്
5.5 സെന്റിമീറ്റർ ആണ് ലെങ്ത് എങ്കിൽ 5.5 സെന്റിമീറ്റർ ആണെങ്കിൽ അത് വരച്ചിട്ട് അതിന്റെ മിഡ് പോയിന്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ 10ന്റെ നടു ചോദിച്ചാൽ എന്തിനാ ഭാഷ ഇങ്ങനെയൊക്കെ വരയ്ക്കണേ? 10 സെന്റിമീറ്റർ നീളം വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ നടു കിട്ടാൻ സ്കെയിൽ തന്നെ 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്താൽ പോലെ എന്നൊക്കെ ചോദിക്കും. സംഭവം ശരിയാണ്. 5 സെന്റിമീറ്റർ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്യാം. 7 സെന്റിമീറ്റർ ആണെങ്കിലോ അതിന്റെ നടു നിങ്ങൾക്ക് 7ന്റെ ഹാഫ് 3.5 3.5 സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. 5.5 സെന്റിമീറ്റർ ആണെങ്കിലോ അതിന്റെ പകുതി കാണാൻ 5.5 രണ്ടായിട്ട് അരിച്ചു നോക്കൂ. 2 2 4 15 7 2 14 ഓക്കെ 2.75 ആണ് കിട്ടുക. 2.75 കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ 3.5ന്റെ ഹാഫ് ആണ് കാണുന്നതെങ്കിൽ 1 2 2 3 7 2 14 1.75 അങ്ങനെയുള്ള അളവുകൾ നമുക്ക് സ്കെയിലിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 1.75 ഒക്കെ വരുമ്പോ കറക്റ്റ് മെഷർമെന്റ് സ്കെയിൽ യൂസ് ചെയ്ത് കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിനെ അതിന്റെ മിഡ് പോയിന്റ് കാണാൻ വേണ്ടി ഈ കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ മതി. നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായ ആ നടു മധ്യബിന്ദു കാണാൻ വേണ്ടി പറ്റും. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ലൈൻ 6.5 സെന്റിമീറ്റർ ലോങ് and draw its perpendicular bisector. അതായത് 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യണം? സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി എന്ത് ചെയ്യാം? 6.5 കേട്ടോ. നിങ്ങളെ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി വരയ്ക്കുക. 6.5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിച്ചു നോക്കൂ. ഈ 6.5ന്റെ നടു സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? 6.5നെ പകുതി കണ്ടോക്കൂ നിങ്ങള്. 3 2 6 2 2 4 1 10 5 2 10 എത്ര കിട്ടാ? 3.25 അല്ലെ? 3.25 ആണ്. ഈ 3.25 എന്നുള്ളത് സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കൃത്യമായി കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മെഷേഴ്സ് വരുമ്പോ നമ്മൾ നേരത്തെ പഠിച്ച പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നുള്ള ആശ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കണം. അപ്പൊ എങ്ങനെ വരയ്ക്കുക? എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ആക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കുക? കോമ്പസ് എടുത്തു. ഞാൻ പറഞ്ഞു എ എന്ന ബിന്ദുവിൽ കുത്തിയിട്ട് മോർ ദാൻ ഹാഫ്, അത് എത്ര വേണേലും ആയിക്കോട്ടെ, പകുതിയിൽ കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണേലും എടുക്കുക, ഒരു പ്രശ്നമില്ല. എന്നിട്ടോ മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴെ ഒരു ആർക്ക് വരയ്ക്കുക. ക്ലിയർ ആയോ? അതേ അളവ് മാറ്റരുത്. ബി എന്ന പോയിന്റ് കുത്തി മുകളിൽ അതേ ആർക്ക് കട്ട് ചെയ്യുക, താഴെ കട്ട് ചെയ്യുക. ഈ സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക. അപ്പൊ ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ കഷ്ണം 3.25 ആയിരിക്കും, ഈ കഷ്ണവും 3.25 ആയിരിക്കും. ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന മെത്തേഡ്. മറക്കേണ്ട. ഇനിയുള്ള വർഷങ്ങളിൽ 9 10 ഒക്കെ ആവശ്യമുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി എങ്ങനെയാണ് വരയ്ക്കുക, ഒരു വരയെ എങ്ങനെയാണ് തുല്യമായി ഭാഗിക്കുക എന്നുള്ള കൺസെപ്റ്റ് ആണ്. മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.75 സെന്റിമീറ്റർ ലോങ്. 3.75 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ഒരു സമചതുരം വരയ്ക്കണം. നിങ്ങൾ ആലോചിച്ചൊക്കെ 3.75 ലെങ്ത് ഉള്ള സമചതുരം വരയ്ക്കുക. സമചതുരം വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ആദ്യം വര വരയ്ക്കുക അല്ലെ, എന്നിട്ട് അതിനെ വട്ടം വെച്ച് ഇങ്ങനെ 90 ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷേ ഈ 3.75 സെന്റിമീറ്റർ എങ്ങനെയാണ് നിങ്ങൾ സ്കെയിലിൽ ലെങ്ത് എടുക്കുക? നിങ്ങൾക്ക് പറ്റുമോ? 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഓക്കെ, 3.5 വരെ നിങ്ങൾക്ക് എടുക്കാം, 3.7 എടുക്കാം. 3.75 എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് മെഷർമെന്റ് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ സാധ്യമല്ല. അപ്പൊ 3.75 നീളം കിട്ടാൻ എന്താണ് ഒരു എളുപ്പമാർഗം? പറയും. അതന്നെ എന്താ അതിന്റെ? യെസ്, വെരി ഗുഡ്. ഇരട്ടി എടുക്കാം. 3.75ന്റെ ഇരട്ടി എത്രയാ? 5 2 10 0 ബാക്കി 1, 7 2 14 1 15 ബാക്കി 1, 3 2 6 7. എത്രയാണ്? 3.75ന്റെ ഇരട്ടി 7.5 അല്ലെ? അപ്പൊ 7.5 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുമോ? യെസ്, വെരി ഗുഡ്. നിങ്ങൾക്ക് അറിയാം അല്ലെ? എങ്ങനെയാ? ഇതാണ് 7.5 സെന്റിമീറ്റർ. ഇനി 7.5 സെന്റിമീറ്ററിന് 3.75 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതന്നെ 7.5 സെന്റിമീറ്ററിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇവിടെ കുത്തിയിട്ട് മോർ ദാൻ ഹാഫ് എടുത്തു, മുകളിൽ ഒരു ആർക്ക് വരച്ചു, താഴെ ഒരു ആർക്ക് വരച്ചു. ഇതിന് പേര് കൊടുക്കുക കേട്ടോ. എ ബി എന്ന് പേര് കൊടുത്തു. ബി എന്ന പോയിന്റ് കുത്തി
മുകളിൽ ആർക്ക് കട്ട് ചെയ്തു, അതേ ആർക്ക് വഴി കട്ട് ചെയ്യാ, താഴെ കട്ട് ചെയ്യാം. ഓക്കെ, ചെയ്യാം. കൃത്യമായി സ്കെയിൽ വെച്ച് അത് മാർക്ക് ചെയ്യാം. അപ്പൊ ഈ നീളം, ഈ മൊത്തം നീളം 7.5 സെന്റിമീറ്റർ ആയിരുന്നു. അതിനെ തുല്യമായി ഭാഗിച്ചു. ഇപ്പൊ ഞാൻ പി എന്ന് പേര് കൊടുത്താൽ പി ബിയുടെ ലെങ്ത് എത്രയാ, 3.75. എ പിയുടെ ലെങ്ത് എത്രയാ, 3.75. കാരണം 3.75 3.75 കൂട്ടി വെക്കൂ, 7.5 അല്ലെ. അപ്പൊ നടു കണ്ടുപിടിക്കാൻ ഈ രീതിയാണ് ഉപയോഗിക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, ലംബ സമഭാജി വരയ്ക്കുക. ഓക്കെ, ഇനി ഇതിനെ സ്ക്വയർ ആക്കിയ പോലെ സമചതുരാക്കാൻ എന്താണ് വേണ്ടത്? നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ഇവിടെ ഉണ്ട്, 3.75. അത് ഉപയോഗിച്ച് സമചതുരാക്കുക. മാർഗം ഒന്നെങ്കിൽ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാം കേട്ടോ. അപ്പൊ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നോക്കൂ, ഇവിടെ നോക്ക്, ഇതുവരെയുള്ള ലെങ്ത് ആണ് എത്രയാ, 3.75. ഈ ലെങ്ത് എടുത്തിട്ട്, ഈ നീളം എടുത്തിട്ട് ഈ മുകളിലെ വരയിലും ഒരു ആർക്ക് കട്ട് ചെയ്താൽ ഇതിന്റെ നീളം എത്രയായി, 3.75 ആയി. ഇനി ഈ പോയിന്റ് ഇതാ നോക്കൂ, ഇത് 3.75, ഇത് 3.75. ഇവിടെ ഈ പോയിന്റ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് ഇടാം, ഈ പോയിന്റ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് ഇടാം. അതായത് ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും എല്ലാം 3.75. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്ത് ചെയ്താൽ മതി, അവിടെ യോജിപ്പിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. അപ്പൊ എന്ത് കിട്ടി, നിങ്ങൾക്കുള്ള 3.75 സെന്റിമീറ്റർ സൈഡുള്ള എ ബി പി ബി ക്യു ആർ എന്നൊരു പേര് കൊടുത്താൽ പി ബി ക്യു ആർ എന്നുള്ള ഒരു സമചതുരാണ്, ഒരു സ്ക്വയർ ആണ്. എല്ലാ സൈഡും എത്രയാണ്, 3.75. വളരെ ഈസി ആയല്ലോ കാര്യം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ ഇതുപോലത്തെ രൂപങ്ങൾ നമുക്ക് വരയ്ക്കാം. ഇനി ഇതേപോലെ അടുത്തൊരു ചിത്രം കൂടി വരയ്ക്കാനുണ്ട്. ഇതേപോലെ തന്നെ വളരെ ഈസിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.25 സെന്റിമീറ്റർ. ഡ്രോ എ സർക്കിൾ, വൃത്തം വരയ്ക്കണം. വൃത്തത്തിന്റെ റേഡിയസ് ആരം 2.25 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ 2.25 സ്കെയിൽ അറിയാപ്പെടുത്താൻ പറ്റുമോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, അതിന്റെ ഇരട്ടി എടുക്കാം. 2.25ന്റെ ഇരട്ടി കാണാൻ ഇൻറ്റു 2, 4.5 അല്ലെ. 4.5 സ്കെയിൽ യൂസ് ചെയ്ത് വരയ്ക്കാം. 4ഉം പിന്നെ 0.5, 4.5 സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. ഞാൻ പി ക്യൂ എന്ന് പേര് കൊടുത്തു. ഇനി ഇതിന്റെ പകുതി കിട്ടിയാൽ പോരെ, 2.25 ആയില്ലേ. പകുതി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഇവിടെ കുത്തി മോർ ദാൻ ഹാഫ് എടുത്തു, മുകളിലെ ആർക്ക് വരച്ചു, താഴെ ആർക്ക് വരച്ചു. ഇവിടെ കുത്തിയിട്ട് മുകളിലെ ആർക്ക് കട്ട് ചെയ്തു, താഴത്തെ ആർക്കും കട്ട് ചെയ്തു. ചെയ്യണം, അത് ജോയിൻ ചെയ്യുക. അപ്പൊ പി ക്യു ആണ്, ഇത് എ ആണെങ്കിൽ ഇവിടുന്ന് ഇതുവരെ ലെങ്ത് 2.25, ഇവിടുന്ന് ലെങ്ത്തും 2.25, 2.4 മൊത്തം 4.5 കിട്ടി അല്ലെ. ഇനി എന്താ വേണ്ടത്, സർക്കിൾ വരയ്ക്കണം. റേഡിയസ് 2.25 ഉള്ള സർക്കിൾ വരയ്ക്കണം. അപ്പൊ എന്താ മാർഗം സർക്കിൾ വരയ്ക്കാൻ, ഒന്നെങ്കിൽ ഇവിടെ കുത്തിയിട്ട്, അതായത് 2.25 ആണ് റേഡിയസ്, ഇത് ഉപയോഗിക്കുക, സർക്കിൾ അങ്ങനെ വരയ്ക്കുക. ഓക്കെ, കണ്ടോ, 2.25 റേഡിയസ് ആയിട്ട് എന്ത് വരച്ചു, ഒരു സർക്കിൾ വരച്ചു. ഈ റേഡിയസ് 2.25 ആണെങ്കിൽ അതിന്റെ ഡയാമീറ്റർ, അതിന്റെ ഇരട്ടിയാണ് 4.5. ഇങ്ങനെ വരയ്ക്കാം. അല്ലെങ്കിൽ 2.25 ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് സർക്കിൾ വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇത് റേഡിയസ് ആയിട്ട് എടുക്കാം. ഇവിടെ സെന്റർ ആക്കി വെച്ചാൽ ഇങ്ങനെ സർക്കിൾ കിട്ടും. അല്ലെങ്കിൽ ഇത് സെന്റർ ആക്കി വെച്ച് 2.25 റേഡിയസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ സർക്കിൾ ഉപയോഗിച്ച് സർക്കിൾ നമ്മൾ വരച്ചു, സമചതുരം വരച്ചു. ഇനി നിങ്ങളോട് ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാലോ, അപ്പോഴും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഏത് ഫിഗർ വേണമെങ്കിലും ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് വരയ്ക്കാം. അതായത് സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് മധ്യബിന്ദു കാണാൻ പറ്റാത്ത ഒരു വരയെ നമുക്ക് എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആവശ്യമുള്ള ലെങ്ത് കിട്ടും. ആ ലെങ്ത് ഉപയോഗിച്ച് നമുക്ക് പറഞ്ഞിട്ടുള്ള ഫിഗർ വരയ്ക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ മാഷിന്റെ ഇടയിൽ 1-2 ചോദ്യങ്ങൾ വിടുന്നുണ്ട്. അതെന്താ വെച്ചാൽ ആംഗിൾ ബൈസെക്ടർ ആണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാം കൂടി നിങ്ങൾക്ക് സംശയവും, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ശ്രദ്ധിക്കുക. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 sides. Do all 3 bisects intersect at a same point. മനസ്സിലായോ? ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ, ഒരു ത്രികോണം വരച്ചിട്ട് ആ ത്രികോണത്തിന് ട്രയാങ്കിൾ എത്ര സൈഡ്സ് ഉണ്ടാവും, 3 sides അല്ലേ. ആ 3 sidesന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക.
എന്നിട്ടോ അത് മൂന്നും ഒരൊറ്റ പോയിന്റിലൂടെ പാസ് ചെയ്യണമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ചിത്രം വരച്ചിട്ട് അത് തെളിയിക്കാം. അപ്പൊ ആദ്യം നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞത്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ട്രയാങ്കിൾ വരയ്ക്കാം. ഇന്ന അളവെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെഷർമെന്റില് ഞാൻ ട്രയാങ്കിൾ ഇങ്ങനെ തോന്നിയ പോലെ വരച്ചു. ABC എന്ന് പേര് കൊടുത്തു. ട്രയാങ്കിളിന്റെ പേര് ABC. അപ്പൊ നമ്മൾ ട്രയാങ്കിൾ ABC വരച്ചു അല്ലെ. ഇനി എന്താ പറയുക, ഇതിന് അളവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രയാങ്കിൾ വരയ്ക്കാം, ത്രികോണം വരയ്ക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞുള്ളത് ഇതിന് ത്രീ സൈഡ്സിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് എല്ലാം ഇതുവരെ നിങ്ങൾ വരച്ചതൊക്കെ ഇങ്ങനെ താഴെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെ. നമുക്ക് അത് കൂടാതെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണതിന്റെ വരയ്ക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പൊ അത് നമുക്ക് BCയുടെ വരയ്ക്കാം. BCയുടെ വരയ്ക്കാൻ B എന്ന ബിന്ദുവിൽ കുത്തി മോർ ദാൻ ഹാഫ് എടുത്തു, ഒരാർക്ക് മുകളിൽ വരച്ചു, ഒരാർക്ക് താഴെ വരച്ചു. C എന്ന ബിന്ദുവിൽ കുത്തി ഒരാർക്ക് കൂടെ വരച്ചു, സീല് കുത്തിയിട്ട് അടുത്ത ആർക്ക് അടിയിൽ വരച്ചു. അതെന്ത് ചെയ്തു, അത് നമ്മള് ജോയിൻ ചെയ്തു. കൃത്യമായി വരയ്ക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ BCയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇനി അടുത്തതാണ് നോക്കോളൂ. ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് മാഷ് വരയ്ക്കാൻ പോകുന്നത്. AB. അപ്പൊ മാഷ് ബോർഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ടായതുകൊണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ല. നിങ്ങൾക്ക് AB എന്നുള്ള വശം ചെയ്യാൻ നോട്ട്ബുക്കിന് തിരിച്ചു വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ BC വരുന്ന ഭാഗത്തേക്ക് എന്ത് വെച്ചാൽ മതി, AB എന്നുള്ള വശം വയ്ക്കാം. ഞങ്ങൾ എല്ലാവരും മാഷ് വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ABയുടെ വരയ്ക്കാൻ ബിയിൽ കുത്തി നേരത്തെ അളവ് തന്നെ എടുക്കണം. അത് കുറച്ച് മാറ്റം വരുത്താം, നിങ്ങളുടെ ഇഷ്ടം. പകുതിയിൽ കൂടണം, മോർ ദാൻ ഹാഫ്. അതെടുത്തിട്ട് ഒരാൾക്ക് ഇപ്പുറത്ത് വരച്ചു, ഒരാൾക്ക് ഇപ്പുറത്ത് വരച്ചു. കണ്ടോ? വീണ്ടും എവിടെ കുത്തണം? അപ്പൊ ABയാണ് വരയ്ക്കുന്നത്. B എന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെ എടുക്കാം? A എന്ന ബിന്ദുവിൽ കുത്തി നേരത്തെ വരച്ച ആർക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം. ഇതെവിടെയും കട്ട് ചെയ്ത് പോകണം. ഇങ്ങനെയാണ്. ഇപ്പൊ ABയാണ് വരയ്ക്കുന്നതെങ്കിൽ Bയിൽ കുത്തുക, Aയിൽ കുത്തിയിട്ട് രണ്ട് സൈഡിലും ആർക്ക് വരയ്ക്കുക. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ AB നിങ്ങളുടെ അടിവശത്തായിട്ട്, ഇപ്പൊ BCയുടെ അതേ സ്ഥലത്ത് എന്ത് വരും, AB വരും അല്ലെ. ബുക്ക് തിരിച്ചു വെച്ചാൽ പോലെ. ഓക്കെ. ഇനി അത് ജോയിൻ ചെയ്യൂ. ഇവിടെ ഈ പോയിന്റ് കൂട്ടിമുട്ടിയ പോയിന്റുകള്, ഈ കൂട്ടിമുട്ടിയ പോയിന്റുകൾ ജോയിൻ ചെയ്യും കേട്ടോ. ചിലപ്പോ നിങ്ങൾ വരയ്ക്കുമ്പോ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ആർക്ക് കട്ടായിക്കോളണമെന്നൊന്നുമില്ല. അപ്പൊ അങ്ങോട്ട് മാറ്റി വെച്ച് ഒന്നും കൂടിയൊക്കെ വരച്ചിട്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ മൂന്നാമത്തെ വശം ഏതാണ് ഇവിടെ? AC. ഏതാണ്? AC. അപ്പൊ എയിലും സിയിലും കോമ്പസ് ഉപയോഗിച്ച് ആർക്ക് വരയ്ക്കണം. അപ്പൊ C എന്ന ബിന്ദുവിന് കുത്തി കുറച്ചധികം എടുത്തു, അത് കുറച്ച് ചെറുതാക്കുക. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം, പകുതിയിൽ കൂടണം എന്നുള്ളൂ. ഒരാൾക്ക് ഞാൻ ഇവിടെ വരച്ചു, അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വരച്ചു. കുറെ വരകൾ വരുമ്പോ കൺഫ്യൂഷൻ ആവരുത്. ഇനി എവിടെ വെക്കുക? ACയുടെ C കഴിഞ്ഞ അടുത്ത് A എന്ന പോയിന്റ് വെച്ചു, ഒരാർക്ക് കൂടെ കട്ട് ചെയ്തു, അതേ ആർക്ക് കൂടി കട്ട് ചെയ്തു. കണ്ടോ? അപ്പൊ ഇവിടെ കിട്ടി. ജോയിൻ ചെയ്യാം. നമ്മളോട് പറഞ്ഞുള്ളത് ഈ മൂന്നും ഒരൊറ്റ പോയിന്റിലൂടെയാണ് കടന്നു പോകേണ്ടത്. കടന്നു പോവാ, നമുക്ക് നോക്കാലോ. കണ്ടോ? ആദ്യത്തെ മാഷിത വരച്ചുള്ളതാണ് ആദ്യത്തെ വര. ഇതാണ് ഫസ്റ്റ് ലൈൻ. കാണല്ലേ? ഫസ്റ്റ് ലൈൻ. ഒന്നാമത്തെ BCയുടെ പെർപെൻഡിക്കുലർ ലൈൻ ഇതാ കിടക്കണു. ABയുടെ പെർപെൻഡിക്കുലർ ലൈൻ ഇതാ കിടക്കണു. ഇവിടെ ഉണ്ട്. വരച്ച ACയുടെ പെർപെൻഡിക്കുലർ ലൈൻ ഇവിടെ ഉണ്ട്. ഈ മൂന്ന് വരയും ഒരൊറ്റ ബിന്ദുവിലൂടെ കടന്നു പോയിട്ടോ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നൂടി വായിച്ചു തരാം. എന്തായിരുന്നു? ഡ്രോ എ ട്രയാങ്കിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെ ത്രികോണം വരയ്ക്കുക. എന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ലംബ സമഭാജികൾ. ഏതിന്റെ? 3 സൈഡ്സ്, മൂന്ന് വശങ്ങളുടെ ലംബ സമഭാജികൾ. ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് കൂട്ടിമുട്ട. എവിടെ? ഓൾ ദി സെയിം പോയിന്റ്, ഒരേ പോയിന്റ്. ഇവിടെ ഒരു ഒറ്റ പോയിന്റിലൂടെയാണ് ഈ മൂന്ന് വരകളും കടന്നു പോയിരിക്കുന്നത്. ആ പോയിന്റ് ഞാൻ O എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇതാണ് തെളിയിക്കാൻ പറഞ്ഞെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് വേറെ പ്രൂഫ് ഒന്നും എഴുതി തെളിയിക്കേണ്ട ആവശ്യമില്ല. ചിത്രം വരച്ച് കൃത്യമായി മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് ഉപയോഗിച്ച് 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു കൺസ്ട്രക്ഷൻ നിർമ്മിതി പഠിക്കാണ്ട് 5 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താ അറിയോ? ഇത്രേ ഉള്ളൂ. ഈ മൂന്നും കൂടി കൂട്ടിമുട്ടിയ പോയിന്റ് ഇല്ലേ, അവിടെ കോമ്പസിന്റെ മുന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് C എന്ന ബിന്ദുവിലോ അല്ലെങ്കിൽ A എന്ന ബിന്ദുവിലോ അല്ലെങ്കിൽ B എന്ന ബിന്ദുവിലോ ഒന്ന് ഓടിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്താ കിട്ടണേ? എന്താ കിട്ടണ? നോക്കൂ. എന്താ കിട്ടുക? എന്താ നിങ്ങൾക്ക് കിട്ടിയത്? ഒരു വൃത്തം കിട്ടിയില്ലേ? ആ വൃത്തത്തിന്റെ പ്രത്യേകത എന്താ? O എന്ന കേന്ദ്രത്തിലാണ് മാഷ് കോമ്പസിന്റെ മുന വെച്ചത്. സിയിലൂടെയും എയിലൂടെയും ബിയിലൂടെയും തൊട്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്.
അങ്ങനെ ഈ ത്രികോണത്തിന് ഇങ്ങനെ തൊട്ടുകൊണ്ട് മൂന്ന് ശീർഷത്തിനെയും തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന വൃത്തത്തിനെ പറയുന്ന പേരാണ് സർക്കം സർക്കിൾ. എന്തായിരുന്നു? അല്ലെങ്കിൽ പരിവൃത്തം. അപ്പൊ സർക്കം സർക്കിൾ വരയ്ക്കാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ അതിന്റെ ആശയം എങ്ങനെയാണത് വരയ്ക്കുക എന്നുള്ള കാര്യം നിങ്ങൾ എവിടെ പഠിച്ചു? 8ാം ക്ലാസ്സിൽ. അതാണ് പറഞ്ഞത് മാത്സ് ഒരു തുടർ പഠനമാണ്. ഒരു വർഷം പഠിച്ചതോടെ ഉപേക്ഷിച്ച് പോയത്. തൊട്ടടുത്ത വർഷത്തിലേക്ക് ഇത് ആവശ്യമാണ്. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വൃത്തകേന്ദ്രം കേന്ദ്രമായിട്ട് വൃത്തകേന്ദ്രമായിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? മൂന്ന് ശീർഷങ്ങളെ തൊടുന്ന ഒരു വൃത്തം വരയ്ക്കാം. അതിനെന്ത് പറയാം? സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം. 5 മാർക്കിന് 9ാം ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അപ്പൊ മാഷ് വെറുതെ പറഞ്ഞതാണ്, അതും കൂടി ഇതിന്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ബൈസെക്ടേഴ്സ് വരയ്ക്കുക മനസ്സിലായല്ലോ? ത്രികോണത്തിന് 3 സൈഡ്സിന്റെ 3 സൈഡ്സിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോ പ്രൂവ് ചെയ്തത്. ഇനി ഇതിന്റെ തുടർച്ചയായിട്ട് ഇതേപോലത്തെ കണക്കുകൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മാഷ് ഹോംവർക്ക് തരാൻ പോകണം. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്നാമത്തെ ഹോംവർക്ക് എന്താ? ഡ്രോ 5.5 സെന്റിമീറ്റർ ലൈൻ. 5.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചിട്ട് അതിന്റെ എന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ മാത്രം വരയ്ക്കുക, തുല്യമായി ഭാഗിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ. ഒരു സ്ക്വയർ സമയം വരയ്ക്കണം. ഈച്ച് സൈഡ് 3.25 സെന്റിമീറ്റർ. ഓരോ വശവും 3.25 സെന്റിമീറ്ററുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അതേപോലെ തന്നെ ഡ്രോ എ സർക്കിൾ. ഒരു വൃത്തം വരയ്ക്കണം. ഓഫ് റേഡിയസ് ആരാത്രയാ? 3.75 സെന്റിമീറ്റർ. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കൂടാതെ ഇപ്പൊ മാഷ് ABC എന്നുള്ള ട്രയാങ്കിൾ വരച്ചില്ലേ? അതൊരു ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ട്രയാങ്കിള്. ഇതേപോലെ തന്നെ 2 ട്രയാങ്കിൾസ് മാഷ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നൊരു മട്ട ത്രികോണാണ്. ഇവിടെ കോണുകൾ എത്ര എടുക്കുക? 90 ഡിഗ്രി. വശം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ, ഒരു പ്രശ്നമില്ല. ഇഷ്ടമുള്ള നിങ്ങൾ എടുക്കുക കേട്ടോ. പക്ഷെ ഒരു ആംഗിൾ എത്ര എടുക്കണം? 90 ഡിഗ്രി എടുത്തൊരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മറ്റ ത്രികോണം വരച്ച് അതിന്റെ 3 വശത്തിന്റെയും ഇതേപോലെ എന്ത് വരയ്ക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ച് കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് നോക്കുക. പറ്റുന്നവർ ഒരു സർക്കിളും കൂടി വരയ്ക്കുക. ഓക്കെ. ഇനി വേറെ ട്രയാങ്കിൾ കൂടി മാഷ് വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ ആംഗിള് പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുത്തോ. ആംഗിൾ എത്ര എടുക്കുക? 120. അപ്പൊ കുറച്ചും കൂടി ഇങ്ങനെ വൈഡ് ആയിട്ട് ട്രയാങ്കിൾ വരും. ഇവിടെ 3 വശത്തിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പറ്റുന്നവര് സർക്കിൾ വരയ്ക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അതിന്റെ കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 11 ശ്രദ്ധിക്കുക. 11ാമത്തെ ചോദ്യമാണ്. എന്താ അറിയോ? ഇൻ ദ ഫിഗർ ബിലോ O is the center of the circle. വൃത്തത്തിന്റെ കേന്ദ്രമാണ്. AB is the diameter. Diameter ആണ് വ്യാസം. C is a point on the circle. C വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ്. Compute angle ACB. Angle CAB. CAB. ഈ കോണളവാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. Draw another figure like this with different numbers of size angle COB. COB എന്നുള്ള ആംഗിൾ 50-ന് പകരം വേറെ ആംഗിൾസ് എടുത്തിട്ട് നിങ്ങളോട് ഇതേപോലെ വരച്ച് ആംഗിൾ CAB കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാ അറിയോ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു ഐസോസ്ലസ് ട്രയാങ്കിൾ എന്നുള്ള കാര്യം. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ലീനിയർ പെയർ, രേഖീയ ജോഡി അല്ലെ? രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയറിലെ കോൺ എത്രയാണ് പഠിച്ചത്? 180. ഓക്കെ. അപ്പൊ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഈ ബാലൻസ് ഉള്ളത് എത്ര വരിക? 130 അല്ലേ? 130ഉം 50ഉം അല്ലേ? 180. ഓക്കെ. ഇനി ഈ OA എന്ന് പറയുന്നത് OC എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ എന്താണ്? ആരങ്ങളാണ് അല്ലെ? OA സമം OC ആയിരിക്കും. കാരണം റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരങ്ങളാണ്. ആരങ്ങൾ എന്തായിരിക്കും? 2 ആരങ്ങൾ തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ AOC ട്രയാങ്കിൾ AOC എന്തായിരിക്കും? ഇസ് ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. അതായത് സമപാർശ്വ ത്രികോണമായിരിക്കും. എന്താണ് ഐസോസ്ലസ് ട്രയാങ്കിൾ പ്രത്യേകത? 2 sides are equal. ഈ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 3 കൂടി കൂട്ടിയാൽ 180 ആണ്. നമുക്കറിയാം 180 ആണ്. അതിന് ഈ ആംഗിൾ 130 അങ്ങോട്ട് പോയി. ബാക്കി ഇത് എത്ര ഉണ്ടാവും? 50. ഈ 50ന് എന്ത് ചെയ്യാൻ? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? 25. അപ്പൊ CAB എത്രയാണ് ചോദ്യം? CAB എത്ര ഡിഗ്രിയാ? 25 ഡിഗ്രി എന്ന് കിട്ടും. എളുപ്പല്ലേ? നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതേപോലെ മാറ്റി വരയ്ക്കാൻ. ചിത്രമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ വരച്ചോ. റേഡിയസും തന്നിട്ടില്ല. പക്ഷെ
കോണളവ് റഫ് ഫിഗർ വരച്ചാൽ മതി കേട്ടോ. കൃത്യ അളവൊന്നും എടുക്കണ്ട. അളവെടുത്താൽ കുഴപ്പമൊന്നുമില്ല. അളവെടുത്തേക്ക് 50 130 വേഗം ട്രാക്ടർ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് 25 കിട്ടും ചെയ്യും. അളവെടുത്ത് വരയ്ക്കണത് അങ്ങനെ വരച്ചോളൂ. ഞാൻ അങ്ങനെയല്ല, വെറുതെ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. സപ്പോസ് 50 ഒരു 60 എടുത്തു എന്ന് വിചാരിക്കാൻ. 60 എഴുതിയാലും ഉള്ളത് എത്രയായിരിക്കും? 60 120 അല്ലേ 180? 120 കിട്ടി. 120 കിട്ടിയാൽ 180 120 കുറച്ച് ബാക്കി 60 അല്ലേ? 60 തുല്യമായിട്ട് ഭാഗിച്ചാൽ 30 കിട്ടും. 30 60 120 60 180. അങ്ങനെ ഈ 50 പകരം വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തിട്ട് ഈ ഫിഗർ ഒന്നും കൂടി നിങ്ങൾ വരയ്ക്കുക. ആംഗിൾ CAB കണ്ടുപിടിക്കുക. ഓക്കെ. ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 13 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? നേരത്തെ അതേപോലെ തന്നെ നമ്മളോട് പറഞ്ഞുള്ളത് കാണാൻ ACB ആണ്. ACB ഈ വലിയ കോണാണ് കാണുന്നത്, മൊത്തം കാണണം. അപ്പൊ നേരത്തെ ഇവിടെ ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെ ഉപയോഗിച്ചോളൂ. ഇവിടെ 50 ആണെങ്കിൽ ഇത് എത്രയാ? 130 അല്ലെ? OAയും OCയും എന്തായിരിക്കും? റേഡിയസ്, ആരങ്ങളാണ്. അങ്ങനെ വരുമ്പോ അത് സമപാർശ്വ ത്രികോണമായി ആ രണ്ട് കോണുകളും തുല്യമായി കഴിഞ്ഞാൽ 130 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 50. അപ്പൊ 25 25 50 130 180 അല്ലെ? ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു കഷ്ണം കൂടി കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്താ? ഇവിടെ OCയും OB എന്താണ്? OC സമം OBയും OAയും ഒക്കെ എന്താണ്? OAയും OCയും OBയും ഒക്കെ എന്താണ്? റേഡിയസ്, അതായത് ആരങ്ങളാണ്. അപ്പൊ ഈ ത്രികോണം എന്തായിരിക്കും? ഇവിടെ ട്രയാങ്കിൾ AOCയും AOC, അതുപോലെ ട്രയാങ്കിൾ BOC, ഇത് രണ്ടും എന്തായിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് സമപാർശ്വ ത്രികോണം അല്ലെ? ഓക്കെ. അപ്പൊ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ എന്നുള്ള ആശയം ഉപയോഗിച്ച് ചെയ്തു. അതേപോലെ ഇപ്പുറത്തും ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ അതിൽ ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പൊ 180 ആദ്യം എന്ത് ചെയ്യും? ഈ 50 അങ്ങോട്ട് കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 130 കിട്ടി. ആ 130 തുല്യമായിട്ട് ഭാഗിച്ചാൽ 130 തുല്യമായിട്ട് ഭാഗിക്കാൻ 2 കൊണ്ടായിരിക്കും കേട്ടോ. 6 2 12, 10 5 2 10. എത്ര കിട്ടി? 65 ഡിഗ്രി 65 ഡിഗ്രി. അപ്പൊ ഐസോസിലസ് ട്രയാങ്കിൾസ് സമപാർശ്വ ത്രികോണത്തിന്റെ ആശയം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. ഓക്കെ. ഇനി ACB ആണ് കാണുന്നത്, ഈ ആംഗിൾ. അപ്പൊ രണ്ടും കൂടി കൂട്ടാം. 25 65 കൂട്ടി നോക്കൂ. 5 5 10, 6 2 8 9, 90 ഡിഗ്രി എന്നാണ് കിട്ടിയത്. ഓക്കെ. ഇനി ഈ 50 പകരം മാഷ് ഇവിടെ പറഞ്ഞ പോലെ 60 ഡിഗ്രി എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ 60 എടുക്കുമ്പോ ഇവിടെ എത്രയാ? 120 ആയാലും ഇവിടെ 30 അല്ലെ? അപ്പൊ ഇവിടെ 30 കിട്ടി. ഇനി ഇവിടെ 60 ആണെങ്കിൽ ഓക്കെ, ഇവിടെ 60 180 180 കിട്ടും. അപ്പൊ ഇവിടെ 60 ഇവിടെ 30, അപ്പോഴും 90 കിട്ടണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ആംഗിൾ എടുത്തു കഴിഞ്ഞാലും ACB എന്നുള്ള ആംഗിൾ എത്ര കിട്ടാമെന്ന് നോക്കണേ. മാഷിക്ക് ഇപ്പൊ 90 കിട്ടി. 60 എടുക്കുമ്പോഴും 90 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ ഇവിടെ എടുത്തിട്ട് ചെയ്ത് നോക്കൂ. 90 തന്നെ കിട്ടും. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. എന്താ അറിയോ? AB എന്നത് ഒരു വൃത്തത്തിന്റെ വ്യാസമാണെങ്കിൽ, ഡയാമീറ്റർ ആണെങ്കിൽ, ഇതൊരു സെമി സർക്കിൾ ആണ്. അർദ്ധവൃത്തം, വൃത്തത്തിന്റെ പകുതിയെ എന്താ പറയാ? സെമി സർക്കിൾ. ആ സെമി സർക്കിൾ ഒരു ആംഗിൾ ആണ് ACB അല്ലെ? അപ്പൊ ACB എത്രയായിരിക്കും പറയുന്നത്? 90 ആയിരിക്കും. റൈറ്റ് ആംഗിൾ ആയിരിക്കും. ആംഗിളിന്റെ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതായത് ഒരു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ അതും നോക്കി 8ാം ക്ലാസ്സിലാണ്. ചെറിയ കാര്യമാണെങ്കിൽ 8ാം ക്ലാസ്സിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തുടർ പഠനത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇതൊന്നും ഒരു എക്സാമ്പിൾ നിർത്തരുത്. നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യുക? 1 2 3 ചിത്രങ്ങൾ വരച്ച് അത് ഉറപ്പുവരുത്തുക കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. നമ്മൾ ആദ്യം പഠിച്ചൊക്കെ തിയറംസും പ്രൂഫുകളൊക്കെയാണ് അല്ലെ? സ്വന്തമായി നമ്മൾ എഴുതണം. അതിനേക്കാളൊക്കെ എളുപ്പമുള്ള കണക്കുകളാണ് ഈ വരുന്നത്. നിർമ്മിതികളൊക്കെ നന്നായിട്ട് വരച്ച് പഠിക്കുക. മാഷിന് തന്ന ഹോംവർക്കുകളൊക്കെ ചെയ്യുക. ഇതേപോലെ ആംഗിൾ ബൈസെക്ടർ ഉണ്ട്. ഇപ്പൊ ലൈനെയാണ് നമ്മൾ ബൈസെക്ട് ചെയ്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട്, അതേപോലെ ഒരു ആംഗിൾ, ഒരു കോണിനെ എങ്ങനെ ബൈസെക്ട് ചെയ്യാം അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.